നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് പുലിക്കളിയുടെ ആവേശ കാഴ്ചകൾ. നമുക്ക് നേരെ തൃശ്ശൂരിലേക്ക് പോകാം. പുലിമടകളൊക്കെ ഒരുങ്ങി കഴിഞ്ഞിട്ടുണ്ട്. ഇനി നിമിഷങ്ങളുടെ കാത്തിരിപ്പ് മാത്രമേ ഉള്ളൂ തൃശ്ശൂർ നഗരം പുലികൾ കീഴടക്കാൻ വേണ്ടിയിട്ട്. ഷിനോജും രാഗിനും അരുണും ശ്യാമും നമുക്കൊപ്പം ചേരുന്നുണ്ട്. ആദ്യം ഷിനോജിലേക്ക് പോകാം. ഷിനോജ്, മന്ത്രിയുടെ ഒക്കെ വയറിന്റെ അളവെടുക്കണമെങ്കിൽ ചില്ലറ ധൈര്യം പോലാ. കഴിഞ്ഞ തവണ അരുണിന് ഇത്ര വയറുണ്ടായിരുന്നില്ല എന്ന് തോന്നുന്നു. അടുത്ത തവണ നമുക്ക് മിസ് ചെയ്യും അരുൺ. അവൻ പുലിയായിട്ടായിരിക്കും ഇറങ്ങാം. മിക്കവാറും സാധ്യതയുണ്ട്. കാരണം അരുണ് ഓരോ വർഷം കഴിയും തോറും ഏറ്റവും കൂടുതൽ പുരോഗമനമുള്ളത് തൃശ്ശൂരിനേക്കാളും പുരോഗമനമുള്ളത് അരുണിന്റെ വയറിനാണ്. അതുകൊണ്ട് തന്നെ അടുത്ത തവണ അരുണ് മത്സരിക്കും. അടുത്ത തവണ ഇറങ്ങുമോ? അത് ഷിനോജ് ഒട്ടും മോശമല്ല, വളർന്നു വരുന്നുണ്ടെന്ന് പുലികൾ പറഞ്ഞത് എനിക്കൊരു ആശ്വാസം. എന്തായാലും ആര്യ പറഞ്ഞ പ്രധാനപ്പെട്ട പോയിന്റ്, കഴിഞ്ഞ തവണ ആര്യയോടാണ് ഞാൻ അന്ന് സെന്റിമീറ്റർ പറഞ്ഞത്, അതിനേക്കാൾ കൂടിയിട്ടുണ്ട്. അതുകൊണ്ട് അടുത്ത പ്രാവശ്യം വരുമ്പോഴത്തേക്ക് എങ്ങനെയെങ്കിലും കുറയ്ക്കണം എന്നാണ്. ഇനി എന്തായാലും ആര്യ, നമുക്ക് ഇനി ശാന്തമായി നിൽക്കാൻ കഴിയില്ല. താളം കേൾക്കുമ്പോൾ തന്നെ നാടും നഗരവും പുലികൾ വാഴാൻ പോവാണ്. പ്രകമ്പനം കൊള്ളുന്നുണ്ട്. ഈ ചെണ്ടേന്റെ ഒച്ചയൊക്കെ കേട്ട് ആ വൈബിലേക്ക് തന്നെ ഓണം പുലികളുടെ അടുത്തേക്ക് പോയപ്പോ പുലികളുടെ അടുത്തേക്ക് പോകും. ചേട്ടാ റെഡിയല്ലേ? ഒരു കുലുക്കം. തുടങ്ങല്ലേ? ഒരു രണ്ട് സ്റ്റെപ്പിൽ തുടങ്ങിയാലോ? ചെറിയ ഇവിടുന്ന് എനർജി ഫുള്ള് കളയണ്ട, നമുക്ക് അവിടെ ഗ്രൗണ്ടിൽ കാണിക്കല്ല. എന്നാ ചെറിയ ചെറിയ രണ്ട് സ്റ്റെപ്പ്. അതാ വലിയ പുലി. രണ്ട് സ്റ്റെപ്പ് കൊറേ ഉണ്ടല്ലോ ഇത്. എങ്ങനെയുണ്ട്? കുഴപ്പമില്ല. പൊക്കും, നമ്മള് പൊക്കും. ഒരുപാടുണ്ട് ഇത്. ഇതൊക്കെ കാണുന്നതിന് വേണ്ടി കുറെ ആൾക്കാരൊക്കെ ഇവിടെ എത്തിയിട്ടുണ്ട്. ഇവരൊക്കെ എവിടെ നിന്ന് വന്നേ? എവിടുന്നാ? പുലിയെ കണ്ടോ? പേടിയുണ്ടോ പുലി എടുത്ത് നിൽക്കാൻ? ഒരു പേടിയില്ല. എവിടുന്നാ? പുലിയെ കാണാൻ വന്നതാണോ? പേരെന്തോ? അമ്പാടി. പുലി പേടിയുണ്ടോ? ഒരു പേടിയില്ല. എന്റെ ഷിനോജ്, നീ പിള്ളേരെ പേടിപ്പിക്കണ്ട. കരിമ്പുലിയുണ്ട്. എന്താ നമ്മൾ അയ്യന്തോളം തൂക്കൂലേ? കരിമ്പുലിയുടെ ഒരു മെയിൻ ഐറ്റം കാണിച്ചോളൂ. ആ ആ ആ ആ ഈ ഒരു താളമാണ് ഇനി നമ്മൾ അലയടിക്കാൻ പോകുന്നത്. പ്രകമ്പനം കൊള്ളാൻ പോവാണ് സ്വരാജ് റൗണ്ട് വരെ ഇതേ ഒരു താളത്തിൽ. അതിനൊപ്പം ഇല്ല, ഇതിനപ്പുറത്ത് സർപ്രൈസ് സാധനങ്ങളുണ്ട്. കൂടുതലൊന്നും പറയണ്ട. ലിഷോ ഇമ്മയും രാഗിനൊക്കെ കേൾക്കും. നമുക്ക് സസ്പെൻസ് വെക്കണം. ഒന്നും കാരണം ഇപ്പൊ കാണിച്ചിരിക്കുന്നതിൽ പ്രതിനിധി വരും. കാരണം ഇതിവിടെ ഉള്ളതിൽ എത്ര പേര് ഇനി പുലിയായിട്ട് ഇറങ്ങുമെന്ന് അറിയാൻ കഴിയില്ല. സസ്പെൻസ് ഇനിയും ഉണ്ട്. സമയം 4 മണിയാകുമ്പോൾ ചിലപ്പോൾ ഇതൊക്കെ നിൽക്കുന്ന ആളുകളൊക്കെ തന്നെ. ശരി ഷിനോജ്, സസ്പെൻസ് എന്തായാലും അരുൺ പുലിയായി ഇറങ്ങാതിരുന്നാൽ മാത്രം മതി, വേറൊന്നും കുഴപ്പമില്ല.